പൊതുവെ കേട്ടുവരുന്ന ഒരു പരാതിയാണ് ഇംഗ്ലീഷിൽ 12 ടെൻസുകൾ ഓർത്തു വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത്. ഇതിനെങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ നോക്കാം. അതായത് ഒറ്റ ഒരു ആക്ടിവിറ്റിയെ നമുക്ക് 12 ടെൻസിൽ അവതരിപ്പിച്ചാലോ? അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസ് വെച്ച് നമുക്ക് തുടങ്ങാം. ഐ പ്ലേ ക്രിക്കറ്റ്. അതിനെ പ്രസന്റ് കണ്ടിന്യൂസിലേക്ക് ആക്കുകയാണെങ്കിലോ ഐ ആം പ്ലേയിങ് ക്രിക്കറ്റ്. ഇനി പ്രസന്റ് പെർഫെക്റ്റിലേക്ക് ആക്കുകയാണെങ്കിൽ ഐ ഹാവ് പ്ലേഡ് ക്രിക്കറ്റ് എന്നും, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഐ ഹാവ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് എന്നും വരും. ഇനി ഇതിനെ മാറ്റി നമ്മൾ പാസ്റ്റ് ടെൻസിലേക്ക് കൊണ്ടിടുകയാണ്. അവിടെയുണ്ട് 4 ടെൻസുകൾ. എങ്ങനെയാ ഓർത്ത് വയ്ക്കുക? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഐ പ്ലേഡ് ക്രിക്കറ്റ് എന്ന് വരും. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിലോ ഐ വാസ് പ്ലേയിങ് ക്രിക്കറ്റ് എന്നും, പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഐ ഹാഡ് പ്ലേഡ് ക്രിക്കറ്റ് എന്നാണ് വരിക. ഇനി ഒരെണ്ണം കൂടെ പാസ്റ്റ് ടെൻസിന്റെ കീഴിലുണ്ട്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതിങ്ങനെയാണ് വരിക, ഐ ഹാഡ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ്. ഇനി നമ്മൾ ഷിഫ്റ്റ് ചെയ്യാണ് ഫ്യൂച്ചർ ടെൻസിലേക്ക്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഐ വിൽ പ്ലേ ക്രിക്കറ്റ്. ഇനി ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണെങ്കിലോ ഐ വിൽ ബി പ്ലേയിങ് ക്രിക്കറ്റ്. ഫ്യൂച്ചർ പെർഫെക്റ്റിലോ ഐ വിൽ ഹാവ് പ്ലേഡ് ക്രിക്കറ്റ് എന്നും, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഐ വിൽ ഹാവ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് എന്നും വരും. അപ്പൊ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ ഓർത്തിരിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. പൊതുവെ ഫോർമുല പഠിക്കുന്നവർക്ക് ആണ് ഈ ഒരു ബുദ്ധിമുട്ട് കാണാറ്. അവർക്കും കൂടെ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് കരുതുന്നു. 10th ആൻഡ് ITI ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് വേണ്ടി RRB ഗ്രൂപ്പ് ഡി എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ പുതിയ ഒരു ബാച്ചുമായിട്ട് വരികയാണ്. RRB ഗ്രൂപ്പ് ഡി യാത്രാ ബാച്ച്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കരുത്. താങ്ക് യു.